നമസ്കാരം. അമേരിക്കൻ വ്യോമസേനയുടെ കയ്യിലുള്ള B-2 സ്പിരിറ്റ് സ്റ്റെൽത്ത് ബോംബർ വിമാനങ്ങൾ ഇപ്പോൾ ഏറ്റവും അധികം ചർച്ചയായത് ഈ കഴിഞ്ഞ ദിവസം ഇറാനിൽ അമേരിക്ക നടത്തിയ വ്യോമാക്രമണത്തോടു കൂടിയാണ്. ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളിൽ ഈ വിമാനങ്ങൾ ഉപയോഗിച്ചാണ് അമേരിക്ക ആക്രമണം നടത്തിയത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആ ആക്രമണത്തിന് ശേഷം B-2 സ്പിരിറ്റ് സ്റ്റെൽത്ത് വിമാനങ്ങൾ ഇങ്ങനെ പറന്നുയരുന്നതും ആകാശത്ത് വട്ടമിട്ട് പറക്കുന്നതും ലാൻഡ് ചെയ്യുന്നതുമായ നിരവധി വീഡിയോകളാണ് സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്നത്. ഈ വിമാനത്തിൻ്റെ ഒരു പ്രത്യേക ഡിസൈൻ അല്ലെങ്കിൽ ഒരു പ്രത്യേക രൂപം അതെല്ലാം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഈ വിമാനത്തിൻ്റെ പ്രത്യേകതകളും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതായത് ഈ B-2 ബോംബർ വിമാനങ്ങൾക്ക് മാത്രമേ ഇറാൻ്റെ ഭൂഗർഭ അറകളിലുള്ള ആണവായുധങ്ങൾ അല്ലെങ്കിൽ ആണവ നിലയങ്ങളെ നശിപ്പിക്കാനുള്ള ബങ്കർ ബസ്റ്റർ ബോംബുകളെ വഹിക്കാനാവൂ. വലിയ വലിയ ബങ്കർ ബസ്റ്റർ ബോംബുകളെ പോലെയുള്ള മാരകമായ ആയുധങ്ങൾ, ആണവായുധങ്ങൾ ഇതൊക്കെ വഹിച്ച് കൃത്യമായി സ്ഥലങ്ങളിൽ നിക്ഷേപിക്കാൻ കഴിവുള്ള വിമാനങ്ങളാണ് ഈ B-2 സ്പിരിറ്റ് വിമാനങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് ഈ വിമാനങ്ങൾ ലോക ശ്രദ്ധയെ ആകർഷിച്ചത്. മാത്രമല്ല, ഒരു 10,000 നോട്ടിക്കൽ മൈൽ ദൂരം ഒറ്റത്തവണ ഇന്ധനം നിറച്ചാൽ ഈ വിമാനങ്ങൾക്ക് പറക്കാൻ കഴിയും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത. ഈ പ്രത്യേകതകളൊക്കെ ഉണ്ടെങ്കിലും ഈ വിമാനത്തെ വലിയ ആകർഷകമാക്കി മാറ്റുന്നത് റഡാറുകളെ കബളിപ്പിക്കാനുള്ള കഴിവുകളാണ്. ഈ യുദ്ധവിമാനത്തെ ലക്ഷ്യം വെച്ച് വരുന്ന മിസൈലുകളെ കബളിപ്പിക്കാനുള്ള കഴിവാണ്. ഇതാണ് എല്ലാ രാജ്യങ്ങളും അമേരിക്കയെ അസൂയയോടുകൂടി നോക്കിക്കാണാനുള്ള കാരണം. അതായത് B-2 സ്പിരിറ്റ് വിമാനങ്ങൾ ഒരു രാജ്യത്തിൻ്റെ വ്യോമാതിർത്തിയിലേക്ക് കയറി കഴിഞ്ഞാൽ ആ രാജ്യത്തിൻ്റെ റഡാർ സംവിധാനങ്ങൾക്കൊന്നും തന്നെ ഇതിനെ കണ്ടെത്താൻ കഴിയില്ല. ബോംബുകൾ വർഷിച്ചതിന് ശേഷം മാത്രമേ ഈ വിമാനങ്ങൾ നമ്മുടെ ആകാശത്തുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇതിനെ വെടിവെച്ചിടാൻ കഴിയുന്നതിന് മുമ്പ് തന്നെ ഈ വിമാനങ്ങൾ നമ്മുടെ വ്യോമാതിർത്തി കടന്ന് തിരികെ പറന്നു പോയിരിക്കുകയും ചെയ്യും. ഇതാണ് ഈ വിമാനത്തിൻ്റെ കരുത്ത്. റഡാറുകളെ കബളിപ്പിക്കാനുള്ള കഴിവ്, മിസൈലുകളെ കബളിപ്പിക്കാനുള്ള കഴിവ്. ഈ വിമാനങ്ങൾ പക്ഷേ നിർമ്മിച്ചതിന് പിന്നിൽ ഒരു ഇന്ത്യൻ എഞ്ചിനീയറുടെ കരുത്താണ് അല്ലെങ്കിൽ ഇന്ത്യൻ എഞ്ചിനീയറുടെ ബുദ്ധിയാണ് എന്ന് അറിഞ്ഞാൽ തീർച്ചയായും നമുക്ക് ആശ്ചര്യകരമായി തോന്നിയേക്കും. പക്ഷേ അതാണ് സത്യം. അതായത് ഇന്ത്യക്കാരനായ നോഷിർ ഗോവാദിയ എന്ന എഞ്ചിനീയറാണ് ഈ വിമാനത്തിൻ്റെ കീ ഡിസൈനറായി മാറുന്നത്. ഇദ്ദേഹം 1984 മുംബൈയിൽ ജനിച്ച ഒരു ആളാണ്. ഗോവാദിയ അദ്ദേഹത്തിൻ്റെ 19ാം വയസ്സിൽ അമേരിക്കയിലേക്ക് കുടിയേറി പാർത്തു. 1969 അമേരിക്കൻ പൗരനായി മാറി. എന്നിട്ട് അദ്ദേഹം നോർത്രോബ് എന്ന് പറയുന്ന പ്രതിരോധ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു അമേരിക്കൻ കമ്പനിയിലാണ് ജോലി ചെയ്തത്. ഈ കമ്പനിയാണ് യുദ്ധവിമാനങ്ങൾ, അതായത് റഡാറുകളെ കബളിപ്പിക്കാൻ കഴിയുന്ന യുദ്ധവിമാനങ്ങൾ എന്ന ദൗത്യം ഈ ഗോവാദിയയെ ഏൽപ്പിക്കുന്നത്. ഗോവാദിയ 20 വർഷത്തെ കഠിനാധ്വാനം കൊണ്ട് അങ്ങനെയൊരു വിമാനം വികസിപ്പിക്കുന്നു. അതായത് യുദ്ധവിമാനങ്ങൾ എന്ന് മാത്രമല്ല ഏതൊരു വിമാനങ്ങളുടെയും എക്സോസ്റ്റുകളെയാണ് ഈ റഡാർ സംവിധാനങ്ങൾ കണ്ടെത്തുന്നത്. ഈ എക്സോസ്റ്റുകളുടെ ചൂട് ലക്ഷ്യമാക്കിയിട്ടാണ് വിമാനങ്ങളെ വെടിവെച്ചിടാൻ വേണ്ടി ഇവിടെ നിന്ന് അയക്കുന്ന മിസൈലുകൾ നീങ്ങുന്നത്. അതുകൊണ്ട് തന്നെ വിമാനങ്ങൾ എങ്ങോട്ടേക്ക് പോയാലും ഈ എക്സോസ്റ്റുകളുടെ ചൂട് മണത്തറിഞ്ഞുകൊണ്ട് ഈ മിസൈലുകൾ എത്തുകയും അവയെ വെടിവെച്ചിടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ റഡാറുകൾക്കും മിസൈലുകൾക്കും കണ്ടെത്താൻ കഴിയാത്ത എക്സോസ്റ്റുകൾ നിർമ്മിച്ചാൽ റഡാറുകളെ കബളിപ്പിക്കാൻ കഴിയുന്ന യുദ്ധവിമാനങ്ങളാക്കി മാറ്റാം എന്ന് അമേരിക്കയ്ക്ക് നേരത്തെ അറിയാമായിരുന്നു. ഈ ഗവേഷണത്തിലാണ് ഗോവാദിയ ഏർപ്പെട്ടിരുന്നത്. 20 വർഷത്തെ പ്രയത്നത്തിൻ്റെ ഫലമായി അദ്ദേഹം അത് വികസിപ്പിക്കുന്നു. ഈ എക്സോസ്റ്റുകളാണ് പിന്നീട് B-2 വിമാനങ്ങളുടെ ഏറ്റവും വലിയ കരുത്തായി മാറിയതും. ഈ വിമാനങ്ങൾ രൂപം കൊണ്ടപ്പോൾ ഇന്ന് ലോകത്ത് നിലവിലുള്ള ഒരു റഡാർ സംവിധാനങ്ങൾക്കും ഈ വിമാനത്തെ കണ്ടെത്താൻ കഴിയാതെ പോകുന്നതും ഇത് നമ്മൾ പ്രത്യക്ഷത്തിൽ തന്നെ കണ്ടതാണ്. അതായത് അമേരിക്കയിൽ നിന്നും ഏതാണ്ട് 18 മണിക്കൂറുകൾ പറന്ന് ഈ പറക്കുന്നതിനിടയിലുള്ള ഭൂമിയുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എല്ലാം വളരെ വളരെ കുറച്ച് അത്യാവശ്യത്തിന് മാത്രം ഗ്രൗണ്ട് സ്റ്റേഷനുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് 18 മണിക്കൂർ ഇങ്ങോട്ടും 18 മണിക്കൂർ തിരികെയും പറന്നതിന് ശേഷമാണ് ഈ വിമാനങ്ങൾ അമേരിക്കയിലേക്ക് ലാൻഡ് ചെയ്തത്. ഇറാൻ്റെ വ്യോമാതിർത്തിയിലേക്ക് കടന്നു വരുന്നതും ബോംബുകൾ വർഷിച്ച് വിമാനങ്ങൾ വളരെ സേഫായി തന്നെ വിമാനൻ്റെ വ്യോമാതിർത്തിയിലേക്ക് പുറത്ത് കടക്കുന്നതുമെല്ലാം നമ്മൾ കണ്ടതാണ്. ഇറാൻ്റെ ഒരു സംവിധാനങ്ങൾക്കും ഈ യുദ്ധവിമാനങ്ങളുടെ പ്രസൻസ് അറിയാൻ കഴിഞ്ഞില്ല. ഇറാൻ്റെ ആണവ സംവിധാനങ്ങളെ ഒന്നാകെ പ്രധാനപ്പെട്ട 3 ആണവ കേന്ദ്രങ്ങൾ ഫോർദോ, ഇസ്ഫഹാൻ, അതുപോലെ തന്നെ നതാൻസ് എന്നിങ്ങനെ 3 പ്രധാനപ്പെട്ട ആണവ നിലയങ്ങളിൽ കനത്ത വിനാശം വിധിച്ചുകൊണ്ടാണ് ഈ ബോംബർ വിമാനം
വിമാനങ്ങൾ തിരികെ പോയത്. പക്ഷേ ഈ ഇന്ത്യൻ വംശജനായ അല്ലെങ്കിൽ ഇന്ത്യക്കാരനായ നോഷിർ ഗോവാദിയ എന്ന എഞ്ചിനീയറുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് എന്ന് ചോദിച്ചാൽ, അമേരിക്കയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഭയാനകമായ ഒരു ചാരവൃത്തി കേസ് അത് ചാർജ് ചെയ്ത് 32 വർഷത്തെ ശിക്ഷ വിധിക്കപ്പെട്ട് ഈ ഇന്ത്യൻ എഞ്ചിനീയർ അമേരിക്കൻ ജയിലുകളിലാണ്. അതായത് 1986 ഇദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരുന്ന നോർത്രോപ്പ് എന്ന് പറയുന്ന കമ്പനി വിടുന്നു. അതിനുശേഷം അദ്ദേഹം സ്വന്തമായി പ്രതിരോധ മേഖലയിൽ തന്നെ ഒരു കൺസൾട്ടിംഗ് കമ്പനി തുടങ്ങുന്നു. ആ കമ്പനി ഏതാണ്ട് 1997 ആയപ്പോഴേക്കും വലിയ പ്രതിസന്ധിയിൽപ്പെടുന്നു. ഒരു കരാറിൽ ഉണ്ടായ ഒരു തർക്കം, ആ തർക്കം നിയമപരമായി വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുന്നു. അങ്ങനെ ഈ കമ്പനിയുടെ സെക്യൂരിറ്റി ക്ലിയറൻസ് റദ്ദാക്കപ്പെടുന്നു. ആ കമ്പനി സെക്യൂരിറ്റി ക്ലിയറൻസ് ഇല്ലാതെ അവിടെ പ്രവർത്തിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വലിയ ധനനഷ്ടമുണ്ടാകുന്നു. അദ്ദേഹം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകുന്നു. ഈ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലാണ് ചൈനയുമായി ബന്ധമുള്ള ചില ആളുകൾ, ചില ഏജൻസികൾ ഈ പറയുന്ന ഗോവാദിയയ്ക്ക് 1,10,000 വരുന്ന $US വാഗ്ദാനം ചെയ്ത് വളരെ സീക്രട്ടായിട്ടുള്ള, വളരെ രഹസ്യമായിട്ടുള്ള യുദ്ധവിമാനങ്ങളുടെ ചില വിവരങ്ങൾ കൈക്കലാക്കി എന്നതാണ് FBI റിപ്പോർട്ടിൽ പറയുന്നത്. FBI ഇതുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ ചില അന്വേഷണ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ റിപ്പോർട്ടിൻ്റെ ചില ഭാഗങ്ങൾ മാത്രമാണ് പുറത്തു വന്നിട്ടുള്ളത്. ഈ റിപ്പോർട്ടിൽ വളരെ പ്രധാനപ്പെട്ട തെളിവുകൾ ഗോവാദിയയ്ക്കെതിരെ കണ്ടെത്തി. അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിലും അദ്ദേഹത്തിൻ്റെ ഓഫീസിലും മറ്റും നടത്തിയ പരിശോധനയിൽ ഈ ഗോവാദിയയ്ക്കെതിരെ വളരെ ഗുരുതരമായ രാജ്യവിരുദ്ധ പ്രവർത്തനം, രാജ്യത്തിൻ്റെ പ്രതിരോധ രഹസ്യങ്ങൾ മറ്റൊരു ഏജൻസിക്ക് കൈമാറി എന്ന ഒരു ഗുരുതരമായ കുറ്റത്തിന് അറസ്റ്റ് ചെയ്യാനും ശിക്ഷിക്കപ്പെടാനും തക്ക തെളിവുകൾ കണ്ടെത്തി എന്നാണ് FBI അവകാശപ്പെടുന്നത്. ഈ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ വെറും 4 മാസത്തെ വിചാരണയ്ക്ക് ശേഷം 32 കൊല്ലത്തേക്ക് ശിക്ഷിക്കപ്പെട്ടത്. ഇപ്പോൾ അദ്ദേഹം ഇങ്ങനെ ശിക്ഷിക്കപ്പെട്ട അമേരിക്കൻ ജയിലുകളിൽ കഴിയുകയുമാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇദ്ദേഹം ഏറ്റവും വലിയ ഒരു ചാരപ്രവൃത്തി ചെയ്തു, അമേരിക്കയ്ക്കെതിരായ ഒരു രാജ്യവിരുദ്ധ പ്രവർത്തനം ചെയ്തു എന്നൊരു ആരോപണമുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു വിലയിരുത്തലുകളുമുണ്ട്. അതായത് അമേരിക്കയുടെ ഏറ്റവും വലിയ പ്രതിരോധ ശക്തി, അമേരിക്കൻ വ്യോമസേനയുടെ ഏറ്റവും കരുത്തായി മാറിയ ഈ യുദ്ധവിമാനത്തിൻ്റെ സാങ്കേതികവിദ്യ അത് അമേരിക്കയ്ക്കകത്തല്ലാതെ മറ്റൊരിടത്തേക്കും പോകാൻ പാടില്ല എന്ന ഒരു ഉദ്ദേശത്തോടു കൂടി അമേരിക്ക ഈ ഇന്ത്യൻ എഞ്ചിനീയറെ കള്ളക്കേസിൽ കുടുക്കി അകത്തിട്ടിരിക്കുന്നു എന്നൊരു വിലയിരുത്തലും വരുന്നുണ്ട്. എന്തായാലും ഏതാണ് ശരി എന്നറിയില്ല. പക്ഷേ 32 വർഷത്തേക്ക് ശിക്ഷിക്കപ്പെട്ട് ഇദ്ദേഹം ജയിലിലാണ്. അതായത് ഈ താജ്മഹലും മറ്റുമൊക്കെ നിർമ്മിക്കുമ്പോൾ അദ്ദേഹം ആ ഒരു വലിയ കെട്ടിടത്തിൻ്റെ നിർമ്മാണത്തിന് ശേഷം ആ ശില്പിയുടെ പെരുവരൽ മുറിച്ചു കളയുന്ന ഒരു സംഭവമൊക്കെ നമ്മൾ ചരിത്രത്തിൽ കണ്ടിട്ടുണ്ട്. ഏതാണ്ട് അതിന് സമാനമായ ഒരു പ്രവർത്തനമാണോ അമേരിക്ക ഈ എഞ്ചിനീയറോട് ചെയ്തിരിക്കുന്നത് എന്നും പല ആളുകളും സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ഈ കേസ് വിചാരണ ചെയ്യുന്ന സമയത്ത് കോടതിയിൽ പറഞ്ഞത് അദ്ദേഹം ചൈനീസ് അധികൃതർക്ക് കൈമാറിയ കാര്യങ്ങൾ അദ്ദേഹം അതെല്ലാം കൈമാറിയെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അദ്ദേഹം അവിടെ ഒരു പ്രതിരോധ ഏജൻസി നടത്തിയിരുന്നു. ആ ഏജൻസിക്കെതിരെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അതിനുശേഷം അദ്ദേഹം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാകുന്നു. അദ്ദേഹം വലിയ കടക്കാരനായി മാറുന്നു. ഈ കടങ്ങൾ വീട്ടാനായി അദ്ദേഹം ചൈനീസ് അധികൃതർക്ക് ഈ കാര്യങ്ങളെല്ലാം നൽകി. പക്ഷേ അത് ആ സമയം രഹസ്യങ്ങളായിരുന്നില്ല. ഒരിക്കലും അമേരിക്ക ഈ വിവരങ്ങൾ ചൈനയ്ക്ക് ഇദ്ദേഹം കൈമാറുന്ന സമയത്ത് ഇത്തരം വിവരങ്ങൾ ക്ലാസിഫൈ ചെയ്തിരുന്നില്ല. എന്നാൽ ഈ വിവരങ്ങളെല്ലാം ഡീക്ലാസിഫൈഡ് ആയിരുന്നു എന്നൊക്കെയാണ് കോടതിയിൽ അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അതൊന്നും കോടതി ചെവിക്കൊണ്ടില്ല. നേരിട്ട് 32 വർഷത്തെ ശിക്ഷയിലേക്ക് പോവുകയായിരുന്നു. എന്തായാലും ഇങ്ങനെയൊരു ദുരൂഹത അല്ലെങ്കിൽ ഇങ്ങനെയൊരു സംശയം, ഈ അത്യാധുനികമായ സാങ്കേതികവിദ്യ, ഈ വലിയ ഒരു പ്രതിരോധ രഹസ്യം അത് അമേരിക്കയ്ക്ക് പുറത്തു പോകാതിരിക്കാൻ വേണ്ടി ഈ എഞ്ചിനീയറെ, ഈ പ്രതിഭയെ മനഃപൂർവ്വം അമേരിക്ക ജയിലുകളിൽ അടച്ചിട്ടതാണോ, കാരാഗൃഹത്തിൽ അടച്ചിട്ടിരിക്കുന്നതാണോ എന്നൊരു സംശയം അതുകൊണ്ടാണ് ഉയർന്നത്. എന്തായാലും ഇതാണ് ഇതിൻ്റെ ചരിത്രം. ഇന്ത്യൻ എഞ്ചിനീയറാണ് അമേരിക്കയുടെ വ്യോമസേനയുടെ ഏറ്റവും വലിയ കരുത്തായി മാറിയ ഈ B-2 സ്പിരിറ്റ് സ്റ്റെൽത്ത് ബോംബറിൻ്റെ ഏറ്റവും വലിയ ഒരു കീ ഡിസൈനറായി മാറിയത്. പക്ഷേ അദ്ദേഹം ദൗർഭാഗ്യവശാൽ ഇങ്ങനെ ഒരു ചാരവൃത്തി കേസിൽപ്പെട്ട് ഈ അമേരിക്കൻ ജയിലുകളിൽ ഇപ്പോഴും കഴിയുകയുമാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.